പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടിട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ദൈവവചന ഭാഗത്തോട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഹല്ലേലൂയ. അത് ഇവിടെ ന്യായവിധി ഉള്ള വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നാം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന് കാണാൻ കഴിയും. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായി പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ന്യായവിധി എന്ന വാക്കിന് 3 വ്യത്യസ്ത അർത്ഥങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് ഇതിന് 3 രീതിയിൽ ഈ ന്യായവിധിയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യൻ അന്യോന്യം നടത്തുന്ന ന്യായവിധിയാണ് യേശ് എന്ന് ഇവിടെ കാണാൻ കഴിയും. അതിനെക്കുറിച്ച് വചനം പറയുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യാണ്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ അല്ലെങ്കിൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും എന്ന് പറയുന്നു. അല്ലേ? അതിന്റെ കാരണം ഇവിടെ പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം മനുഷ്യൻ അന്യോന്യം നടത്തുന്ന ന്യായവിധി എന്ന് യേശുക്രിസ്തു പറയാം. നാം അന്യോന്യം ന്യായം വിധിക്കരുത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ന്യായവിധി ഒരിക്കലും പൂർണ്ണമല്ല. ഹല്ലേലൂയ. മറ്റൊരാളുടെ പൂർണ്ണ സത്യങ്ങൾ മുഴുവനായി ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഒരുത്തിനെ കുറിച്ച് നമുക്കൊരിക്കലും ന്യായവിധി നടത്തുവാൻ കഴിയില്ല. മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, മറ്റുള്ളവരെ നിങ്ങൾ ന്യായം വിധിക്കും. നിങ്ങൾ ഓർത്തോളം ആ മനുഷ്യന്റെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്കറിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ മനുഷ്യനെ ന്യായം വിധിക്കരുത്. ഒരു മനുഷ്യന്റെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, അവന്റെ പൂർണ്ണ അവസ്ഥ അറിയുന്ന യേശു മാത്രമായതുകൊണ്ട് യേശുക്രിസ്തുവിന് മാത്രമേ ന്യായവിധി നടത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ഹല്ലേലൂയ ദുഷ്പ്രവർത്തിക്കാർക്ക് ദൈവം നൽകുന്ന ശിക്ഷാവിധിയാണ്. അത് വിശ്വാസികളുടെ മേലും അവിശ്വാസികളുടെ മേലും ഈ ശിക്ഷാവിധി വരുമെന്ന് 1 കൊരിന്ത്യർ ലേഖനം ഹല്ലേലൂയ 11-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 29 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അത് കർത്തൃമേശയുള്ള ബന്ധത്തിലാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന്. അതായത് നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ ദുഷ്പ്രവൃത്തി മുഖാന്തരം നമുക്കുണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നാം കർത്താവിനോട് പാപം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സകല മനുഷ്യരും ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിലാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ ഒരു നാൾ ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ ദൈവസൻ നമുക്ക് നിവർന്നു നിൽക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ നാം നിത്യ നരകത്തിലേക്ക് പോകാൻ സാധ്യതയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മനപ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ സകല ദുഷ്പ്രവർത്തിക്കും ദൈവം നൽകുന്ന ശിക്ഷാവിധി അത് നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പം വിശ്വാസികളുടെ മേലും അവിശ്വാസികളുടെ മേലും ഈ ശിക്ഷാവിധി വരുമെന്നാണ് വചനം പറയുന്നത്. പാപികളുടെ അല്ലെങ്കിൽ ശിക്ഷാവിധി ദൈവമാണ് നടത്തുന്നത്. പാപികളെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതങ്ങളെ ശരിപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയുമാണ് ഈ വചനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ നിത്യമായ മോചനത്തിന് ഹല്ലേലൂയ ഇന്ന് പകൽ താങ്കൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിലെ സകല ന്യായവിധി നീക്കി ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന പാപ, ശാപ, രോഗ ബന്ധനങ്ങളുടെ നടുവിൽ നിന്ന് താങ്കളുടെ കുടുംബത്തിന്റെ അസമാധാനത്തിൽ താങ്കളെ വിടുവിച്ച് നീതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. മൂന്നാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ഹല്ലേലൂയ ഇവിടെ ഈ ന്യായവിധി നടത്തുന്ന ലോകാവസാനത്തെങ്കിൽ ദൈവം നടത്തുന്ന അന്ത്യ ന്യായവിധിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അല്ലെങ്കിൽ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പിതാവിനെ അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം
പുത്രന് കൊടുത്തിരിക്കുന്നുവെന്ന്. അതെ, സകല ന്യായവിധിയും കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ഈ പാപജലത്തിൽ ജീവിക്കുമ്പോൾ, പാപ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. ആ ന്യായം വിധിക്കുന്ന നാളിൽ, ആ ന്യായവിധിയിലൂടെ നാം നിത്യ നരകത്തിലേക്ക് പോകാതെ ന്യായവിധി നിന്ന് മോചനം പ്രാപിച്ച് നിത്യമായ സ്വർഗം, ആ സ്വർഗീയ പർദീസിൽ നമ്മൾ എത്തണമെങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെ ന്യായം വിധിക്കുന്ന കർത്താവിനോട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തണം. കർത്താവിനോട് നാം ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നതാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം ഭാഗത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ഇതൊക്കെ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടത്. പൗലോസ് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന സ്നേഹിത, പൗലോസ് പോലും ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരുമെന്ന് താൻ പറയുമ്പോൾ എന്റെ നിങ്ങളുടെ ജീവിതം എത്ര പവിത്രമായി ഇവിടെ സൂക്ഷിക്കണം. ഈ ലോകത്തിന്റെ മധ്യത്തിനും മയക്കുമരുന്നിനുള്ള വിരക്കൂത്തുകൾക്ക്, ദുർനടപ്പും, വ്യഭിചാരത്തിനും, ബസംഗം, ദുഷ്കാമത്തിനും, പിടിച്ചുപറിക്കും, മോഷണം, അഴിമതിക്കും, കരിഞ്ചന്തയ്ക്കും, പൂഴ്ത്തിവെപ്പിനും, തമ്മിലടിയും, കലവും, വെട്ടും, കുത്തും, രക്തചൊരിച്ചിലും, മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിലടിച്ച് രക്തം ചൊരിയിക്കുന്ന സകല ജനത്തിനും ന്യായവിധി വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ ഭൂമി സകല അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് ന്യായവിധിയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്നെ കേൾക്കുന്ന യുവാവേ, എന്നെ കേൾക്കുന്ന യുവതിയെ, നിന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ ഇത് ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ ന്യായവിധി നീ പൂർണ്ണമായി മോചനം പ്രാപിക്കണം. ഹല്ലേലൂയ. മനുഷ്യന്റെ വിധികൾ പോലെയല്ല ദൈവത്തിന്റെ ന്യായവിധി. ദൈവത്തിന്റെ ന്യായവിധി അത് പരിപൂർണമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിയൊഴിയുവാൻ കഴിയില്ല. ഭൂമി ന്യായം വിധിക്കുന്ന കോടതികളുണ്ട്, അവിടെ നിങ്ങൾക്ക് സാക്ഷികളെ കൊണ്ടുവരാം. എന്നാൽ ദൈവത്തിന്റെ കോടതിയിലേക്ക് നിങ്ങൾക്ക് സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് അവിടെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങളും സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ന്യായവിധി നാളിൽ അവൻ പുസ്തകം തുറക്കുമ്പോൾ, അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ, ന്യായവിധിയുമായി വരുമ്പോൾ നിങ്ങൾ അവന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഹല്ലേലൂയ സകല പാപങ്ങളും വെളിപ്പെടുത്തും. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന്റെ ന്യായവിധി പൂർണ്ണമാണ്. അത് സത്യവും ന്യായവുമായിരിക്കും. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചവർ ആത്മരക്ഷ പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ന്യായവിധി കൂടാതെ. കാരണം ഈ ഭൂമിയിൽ അവർ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചവരാ. എന്നാൽ പാപത്തെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാത്ത സകല മനുഷ്യരും കർത്താവിന്റെ ന്യായവിധിയുടെ ശിക്ഷിക്കപ്പെട്ട് നിത്യദണ്ഡനത്തിലേക്ക് പ്രവേശിക്കും. അപ്പം പാപികൾക്ക് അല്ലെങ്കിൽ ന്യായവിധിയിലൂടെ ലഭിക്കുന്ന നിത്യമായ നരകമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. അന്ത്യന്യായവിധിയുടെ അപ്പീലിന് പോകാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഭൂമിയിൽ ഒരു ന്യായവിധി വന്നാൽ നമുക്ക് അതിന് അപ്പീലിന് പോകാം. നമുക്ക് മേൽ കോടതികളെ സ്വീകരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന അവിടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും, അപേക്ഷ കൊടുക്കാൻ കഴിയും. എന്നാൽ സ്വർഗത്തിലെ ദൈവം ന്യായവിധി നടത്തുമ്പോൾ നമുക്കൊരു അപ്പീലില്ല എന്ന് ഓർത്തണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ഹല്ലേലൂയ ഓരോ ദിവസവും നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ഭൂമിയിലെ ജീവിതം നിങ്ങളുടെ താൽക്കാലികമാണ്. അതുകൊണ്ട് ന്യായവിധി എന്ന് പറയുന്ന ഒന്നും മനുഷ്യൻ സ്വയം വിധിക്കുന്നതും, 2 മനുഷ്യൻ ചെയ്തു കൂട്ടിയ ദുഷ്പ്രവർത്തിക്ക് ഉള്ള ശിക്ഷയും, 3ാമത് ദൈവം നമ്മെ വിധിക്കുന്ന ന്യായവിധിയും. അതുകൊണ്ട് നിങ്ങളെ പാപത്തിലേക്ക് പോകാതെ, ശാപത്തിലേക്ക് പോകാതെ നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ടാണ് യേശു തന്റെ ജീവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി നൽകി നമ്മൾ കടന്നു പോകേണ്ട ന്യായവിധി നമുക്ക് മോചനം തന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ കർത്താവ് ഈ മനുഷ്യൻ കടന്നു പോകുന്ന ന്യായവിധിയിൽ നിന്ന് നിത്യ നരകത്തിലേക്ക് ചെല്ലാതെ അവസാന ന്യായവിധിയിൽ നരകാത്തിലേക്ക് പോകാതെ ജനം പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനായി സകല ജനത്തെ ഒരുക്കണമേ. പാപത്തിന് പരിഹാരം നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ കഴിയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ന്യായവിധിക്ക് കർത്താവ് ജനം മോചനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിൽ ദൈവനീതി വെളിപ്പെടുത്താം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.